സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവേ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് അല്പനേരം ചെറിയൊരു ഷോർട്ട് മെസ്സേജ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ പൽക്കാലം എല്ലാവരെയും മനോഹരമായി നടത്തിയ നിങ്ങളോട് നന്ദി പറയുന്നു. ഇന്ന് പൽക്കാലം സങ്കീർത്തനം 27-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. ജീവനുള്ളവരുടെ ദേശം യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അപ്പം നമ്മളായിരിക്കുന്ന ഈ മണ്ഡലങ്ങളിൽ സ്തോത്രം, നമ്മൾ ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പിതാവ് നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അപ്പോൾ നമ്മൾ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, തിരമാല പോലെ കാറ്റടിച്ച് ഉലയുന്ന ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ, ജോലിയുടെ അവസ്ഥകൾ ഇതെല്ലാം ഇങ്ങനെ ഒന്നിനൊന്നായി തിരമാല പോലെ അടിച്ചു വരുമ്പോൾ നമ്മൾ പ്രതികൂലങ്ങൾ, പ്രയാസത്തിൽ തകർന്നു പോകാതെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് അരുൾ ചെയ്തിരിക്കുകയാണ്, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കുക. നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേപ്പിനെ സ്വന്തം സഹോദരങ്ങൾ പുട്ടക്കിണറ്റിൽ തള്ളിയപ്പോൾ അവിടെ പിറുപിറുക്കാതെ, അവിടെ ഒരു കംപ്ലൈൻറ്റും പറവാൻ ഇടയില്ലാതെ ആ യോസേപ്പ് പൊട്ടക്കിണറ്റിൽ നിന്ന് അവിടെ സഹോദരന്മാർ ഉപദ്രവിച്ചു പൊട്ടക്കിണറ്റ് തള്ളിയിട്ട് അവിടെ നിന്ന് പോത്തിഫറിൻ്റെ ഭവനത്തിലേക്ക് എത്തുവാനിടയായി. അവിടെ നിന്നും ജയിലിലേക്ക് പോകാനിടയായി. ഒരു തെറ്റ് ചെയ്യാത്ത യോസേപ്പ് ജയിലിലേക്ക് പോകാനിടയായി. അവിടെയും യോസേപ്പ് ദൈവത്തെ മുറുകെ പിടിച്ചു. പോത്തിഫറിൻ്റെ ഭവനത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചു. ജീവനുള്ള ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്നുള്ള പ്രത്യാശയും വിശ്വാസത്തിലും ആ ദൈവദാസൻ മുറുകെ പിടിച്ചു. കാരണം ആ ദൈവദാസൻ അറിയാമായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന്. കാരണം പോത്തിഫറിൻ്റെ ഭാര്യ ഈ സഹോദരനെ കടന്ന് പിടിക്കുമ്പോൾ ആ സഹോദരൻ ഇപ്രകാരം പറയാനിടയായി, നിന്നെ മാത്രമാണ് ഈ കുടുംബത്തിൽ എനിക്ക് ഒഴിവാക്കിയിട്ടുള്ളത്, ബാക്കി ഒന്നിനും ദൈവം ഈ യജമാനൻ എന്നെ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് അടൽമനാറുടാനഘട്ടം വൈഡാരക്കണം, ഇത്ര വലിയൊരു പാപം ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ആ വസ്ത്രം ഊരിയെറിഞ്ഞ് ഓടുവാനിടയായി. അങ്ങനെയെങ്കിൽ പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞവരായി ജീവിച്ചിരിക്കുമ്പോൾ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും സാത്താന് പിടികൊടുക്കരുത് എന്ന് ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. യോസേപ്പ് ഒരു കാരണവശാലും കരഞ്ഞില്ല. കാരണം അദ്ദേഹം നാളെ മന്ത്രിയാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ ഇടപെട്ട് കാണും. അതുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിയായി തീർന്നു. ദൈവത്തിൻ്റെ ഭയങ്കരമായ കാര്യങ്ങളെ സ്വപ്നം കണ്ടിട്ടുള്ള ആളാണ്. കാരണം മുമ്പത്തെ പ്രാവശ്യം കണ്ട സ്വപ്നമാണ് ഇദ്ദേഹത്തിനെ ഈ പൊട്ടക്കിണറ്റ് തള്ളുവാൻ ഇടയായിത്തീർന്നത്. എന്നാലും യോസേപ്പ് കരഞ്ഞ്, ഒരു സമയത്ത് മാത്രം യോസേപ്പ് കരഞ്ഞു. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യോസേപ്പിൻ്റെ കരച്ചിലിൻ്റെ കാരണം തൻ്റെ സഹോദരന്മാർ ആ ദേശത്ത് കടന്നു വന്നപ്പോൾ അവർ സ്വന്തം സഹോദരങ്ങൾ ഖനാൻ ദേശത്തു നിന്നും അവർ മിസ്രൈമിലേക്ക് അവർ ആ ധാന്യങ്ങൾ മേടിക്കുവാനായി കടന്നു വന്നപ്പോൾ തൻ്റെ സഹോദരങ്ങൾ നിറഞ്ഞ് യോസേപ്പ് പൊട്ടിക്കരഞ്ഞു. യോസേപ്പിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ. അവർ തകർന്നു പോകാതെ, തരിപ്പണമായി പോകാതെ, വിശ്വാസത്തിൻ്റെ പടനായകനും പൂർത്തിവരുത്തനുമായ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതികൂലങ്ങൾ വന്ന്, പ്രയാസങ്ങൾ വന്ന് അവിടെയൊന്നും തകർന്നു പോകാതെ, വിട്ടുകൊടുക്കാതെ, പിശാചിന് ഇടം കൊടുക്കാതെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഞാൻ പറയുന്നു, പ്രിയ പൈതങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, വീഴ്ചകളുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ തകർന്നു പോകല്ലേ. അടിപ്പണതാൽ സൗഖ്യമുണ്ടെന്ന് ആലോചിച്ചാതെ യേശു പറയുന്നത് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, സമാധാനമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷക്കായി ഒരേ ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് കർത്താവായ യേശു എന്ന നാമം മാത്രം. ഈ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങാത്ത ഒരു മുട്ടുമില്ല, ഒരു മുഴങ്കാലുമില്ല.
അതോലോടെയും പൂലോടെയും സ്വർലോടെയും മുഴങ്ങാലൊക്കെയും മടങ്ങുന്ന ഒരേ ഒരു നാമം യേശു എന്ന നാമം. ഈ നാമത്തിന് മുമ്പിൽ മടങ്ങാത്തൊരു മുട്ടുമില്ല. പ്രിയ പൈതങ്ങളെ, നിങ്ങൾ ഭയപ്പെടല്ലേ, ഭാരപ്പെടല്ലേ, പ്രതികൂലത്തിലായിരിക്കില്ല. മകളുടെ വിവാഹ വിഷയത്തിലായിരിക്കാം, ഒരു പഠന വിഷയത്തിലായിരിക്കാം, സാമ്പത്തിക വിഷയത്തിലായിരിക്കാം. ഏതൊരവസ്ഥയിൽ നിങ്ങൾ തകർന്നു പോയെന്ന് വിചാരിക്കല്ലേ. ഭാരപ്പെടണ്ട. യേശു കർത്താവ് നേരത്തെയും വരികില്ല, നേരെ വഴികയും വരികില്ല. തക്ക സമയത്ത് താനെ തന്നെ ഇറങ്ങി വന്ന് അത്ഭുതമായി വഴി നടത്തുന്ന യേശു രാജാവിനെ ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കട്ടെ. ചന്ദ്രക്ക് അഭേദനകമെന്ന് പറയുന്ന 3 എബ്രായ ബാലന്മാരെ തീച്ചൂളയിൽ എറിയുമെന്നും നാളെ നിന്നെ തീച്ചൂളയിൽ ഇടും, സാധാരണത്തെക്കാളും 7 മടങ്ങ് വർദ്ധിപ്പിച്ച് ഈ തീച്ചൂളയിൽ നിന്ന് ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ രാജാവിനോട് പറഞ്ഞത്, രാജാവെ, നിങ്ങൾ ഉണ്ടാക്കിയ ഈ തീച്ചൂളയിൽ നിന്നും അത് 7 മടങ്ങ് വർദ്ധിച്ചതാണെങ്കിലും, അത് എത്ര വർദ്ധിച്ചതാണെങ്കിൽ പോലും ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ ഈ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവം ഞങ്ങളുടെ ദൈവം. ഈ ദൈവത്തെ വിട്ട് പിന്മാറുന്നൊരു പദ്ധതിയില്ല, ഒരു പ്ലാനുമില്ല. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരുക്കത്തോടെ ഇരുന്ന എബ്രായ ബാലന്മാരെ, ചന്ദ്രകഭേദനഗോപിനെ കർത്താവ് താനായി തന്നെ ഇറങ്ങി വന്ന് അത്ഭുതമായി വിടുവിച്ചു. അതിന് മുമ്പത്തെ സെക്കൻഡിലോ മണിക്കൂറിലോ ഒന്നും കർത്താവ് ഇടപെട്ടില്ല. എന്നാൽ ആ തീച്ചൂളയുടെ മധ്യേ 4-മനായി ഇറങ്ങി വന്നു. അതുകൊണ്ട് പറയട്ടെ പ്രിയ പൈതങ്ങളെ, വചനം വെറുതെ പറയുകയില്ല, വചനം ബോഷ്ക്ക് പറയുകയില്ല. വചനം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ പതറല്ലേ, പിടിച്ചു നിൽക്കുക. തിരമാല പോലെ അടിക്കുന്ന ഏത് കാറ്റായിക്കോട്ടെ, സാമ്പത്തികത്തിൻ്റെ ആട്ടെ, പ്രതികൂലത്തിനാട്ടെ, പ്രയാസത്തിനാട്ടെ, കടഭാരത്തിൻ്റെ ആട്ടെ, ജപ്തിയുടെ ആട്ടെ, ഭാരപ്പെടണ്ട. നിങ്ങൾ അവങ്കിലേക്ക് നോക്കിയെങ്കിൽ നിങ്ങൾ പ്രകാശിതരായി. നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. അവൻ ഈ കർത്തപുസ്തകം, ഈ ബൈബിൾ എടുത്ത വ്യക്തികൾ ആരും ഒരു നാൾ ചരിത്രം എടുത്തിട്ട് ഇന്ന് വരെ ബൈബിൾ എടുത്ത് ഒരു വ്യക്തി പോലും നശിച്ചു പോയെന്ന് പറയുവാൻ ഇടയായിട്ടില്ല. കാരണം അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന, ഈ ഇന്ത്യയിൽ നിന്ന് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഓരോ ഫ്ലൈറ്റിലും ഓരോ ദൈവദാസന്മാരുടെ പൈതങ്ങളുണ്ട്. കാരണം നിങ്ങൾക്കറിയാമോ, പിതാക്കന്മാർ അവർ ആത്മാർത്ഥമായി ഭയം ദേശം പോലുമില്ലാതെ, അവിശ്വാസം ഒരു പൊടി പോലുമില്ലാതെ ഒരുപാട് വേദനകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളിലൂടെ കടന്നുപോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചത് കൊണ്ട് അവരെ തലമുറയെ അനുഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളുടെ തലമുറയെക്കുറിച്ചാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്? ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭ്രമിക്കേണ്ട. യേശു നിങ്ങളുടെ ചാരയുണ്ട്, യേശു നിങ്ങളുടെ കൂടെയുണ്ട്, യേശു നിങ്ങളെ തൊടും. യേശുവിനെ തൊടുവാൻ സാധിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവമായി, ആധിപത്യമുള്ളവനായി ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് മരിച്ചെങ്കിൽ, അടക്കപ്പെട്ടെങ്കിൽ, ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതം ചെയ്യും. യേശു ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഓരോ സംസാരങ്ങളെയും ഓരോ ചിന്തകളെയും യേശു കർത്താവ് അതാത് സമയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ അവരുടെ മുറവിളി, അവരുടെ കരച്ചിൽ, അവരുടെ നിലവിളി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയാം ദൈവം മോശയെ വിളിച്ച് പറയുന്നു, മോശെ, ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു. എത്രയും പെട്ടെന്ന് കർത്താവ് മോശയെ റെഡിയാക്കി ആ ഫറവോൻ്റെ അടിക്കൊട്ടാരത്തിലേക്ക് അയപ്പാനിടയായി. ഇസ്രായേൽ ജനങ്ങളെ മോചിപ്പിച്ചെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. യോസേഫിൻ്റെ കാലത്ത് നമ്മൾ രാവിലെ തുടങ്ങി വെച്ച വചനം യോസേഫിൻ്റെ കാലത്ത് അവർ സാധനങ്ങൾ പണയം വെക്കുകയും അവരവിടെ കൊണ്ടുപോയി എല്ലാം അടിയറ വെക്കുകയും ചെയ്ത് യോസേഫിന് അത്ര വിശ്വാസമായിരുന്നു. പക്ഷേ യോസേഫിൻ്റെ കാലശേഷം അടുത്ത ഭരണമേറ്റെടുത്ത ഫറവോൻ അത് കണ്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഇത്ര അധികമായി വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളുമായി ഒരു യുദ്ധം നേരിട്ടാൽ അവർ നമ്മളെക്കാൾ അധികമായിരിക്കാൽ അവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരെ കഷ്ടതയിലേക്ക് താഴ്ത്തിവിട്ടു. പണ്ടുണ്ടാക്കിയതുപോലെ ഇഷ്ടിയയും ഒന്നും എണ്ണത്തിന് കുറയാൻ പാടില്ല. അത് നേരത്തെ അവരുടെ സാധന സാമഗ്രികൾ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അത് കൊടുക്കുന്നില്ല, അത് കൊടുക്കാതെ കഷ്ടപ്പെടുത്തുകയാണ്. പക്ഷേ ആ കഷ്ടതയുടെ മധ്യേ അവരുടെ നിലവിളി കർത്താവ് കേട്ടു. അതുകൊണ്ട് മോശയെ വിളിച്ചു, മോശെ ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ നിലവിളി കർത്താവ് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതമായി തരും. ചില വ്യക്തികളെ പരിചയപ്പെടുത്തും, ചില ഫോൺ കോളിലൂടെ ആയിരിക്കാം, ചില വ്യക്തിബന്ധങ്ങളിലൂടെ ആയിരിക്കാം, പരിശുദ്ധാത്മാവ് ഇടപെടും. ഇനി അതല്ല എങ്കിൽ ദൂതൻ നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി വന്ന് സ്വർഗീയ സന്ദേശങ്ങൾ കൈമാറുവാനും നിങ്ങളെ കുറിച്ച് എന്തു വേണമെങ്കിലും
ആ സമയത്ത് ദൈവത്തിന് അറിയിപ്പാനുള്ളത് ദൂതൻ മുഖാന്തരം അറിയിപ്പാനിടയാകും. നിങ്ങൾ കാരാഗ്രഹത്തിലാണോ? പുറത്ത് തട്ടി, വിലാപ്പുറത്ത് തട്ടി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പത്രോസ് അവിടെ ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി പട്ടണത്തിന് പുറത്ത് കൊണ്ടുവന്ന ആ ദൂത സൈന്യം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന അതേ ദൂതൻ ലോത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് അവിടെയും ഭക്ഷണം കഴിപ്പാനിടയായി. അവിടെ ഭക്ഷിച്ചിരിക്കുമ്പോൾ ലോത്തിൻ്റെ കുടുംബത്തിൽ ഇവരുണ്ടെന്ന് അറിഞ്ഞു വന്നിട്ട് സൊദോമോറ പട്ടണത്തിലെ ആ മ്ലേച്ഛമായി ജീവിക്കുന്ന ആ വ്യക്തികൾ അവിടെ കടന്നു വന്ന് ലോത്തെ നിൻ്റെ വീട്ടിൽ വന്ന ആ വ്യക്തികളെ ഞങ്ങൾക്ക് വിട്ടു തരിക, ഞങ്ങൾ ഭോഗിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ ലോത്ത് പറയുന്നു, അയ്യോ പാപം ചെയ്യരുതേ, പാപം ചെയ്യരുതേ, പാപം ചെയ്യരുതേ, അവർക്ക് പാപം ചെയ്യരുതേ, പുരുഷൻ തൊടാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ ഭോഗിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ലോത്തിനെ അവർ പീഡിപ്പിക്കുമെന്നും അവർ ഉപദ്രവിക്കുമെന്നും പ്രഖ്യാപിച്ചപ്പോൾ ദൂതൻ ലോത്തിനെ അകത്തേക്ക് കയറ്റി അവരുടെ കണ്ണിനെ കുരുടാക്കി കളഞ്ഞു. പ്രിയമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഈ ദൂതന്മാർ ഇറങ്ങി വന്നാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. കാരണം എലീശയുടെ ഭവനത്തിന് ചുറ്റും തെരാളിയുമായ ദൂതന്മാർ ഇറങ്ങി വന്നു. അരാമ്യ പട്ടാളക്കാർ എലീശയുടെ ഭവനത്തിൽ ചുറ്റിയിരിക്കുമ്പോൾ എലീശയുടെ ശിഷ്യനായ ഗേഹസി വാതിൽ തുറന്ന് നോക്കുമ്പോൾ പട്ടാളക്കാരെ കണ്ടു, അപ്പുറത്ത് ദൂതന്മാരെ കണ്ടില്ല. എന്നാൽ എലീശ പറഞ്ഞു, യഹോവേ ദൈവമേ, ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ, ഈ ദൂതന്മാരെ കാണും. പ്രിയ പൈതങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഉറച്ചിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക, ഭയപ്പെടരുത്. മോശയോട് കർത്താവ് കൂടെ ഇരുന്നത് പോലെ യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും, ആരും ഒരു നാളും നിനക്ക് നേരെ നിൽക്കും. അതുകൊണ്ട് പറയട്ടെ, ദൈവം തൻ്റെ ദൂതനെ അയക്കും. നമ്മൾ പ്രതികൂലത്തിലും പ്രയാസത്തിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ യഹോവേ എന്നെ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, ഞാൻ ഭയപരവശരായി. നോ, നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ ഭയത്തിൽ ആണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത് യേശു കർത്താവ് തൊട്ടടുത്തുണ്ട്. നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളെ തൊടും. ഒരുപാട് പ്രാവശ്യം എൻ്റെ കർത്താവ് എന്നെ ഡയറക്റ്റ് ടച്ച് ചെയ്ത അനുഭവമുണ്ട്. വെറുതെ ഒരിക്കലും യേശു ടച്ച് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് സത്യസുവിശേഷമാണ്. സത്യസുവിശേഷം പ്രസംഗിക്കുന്നത് ഭാരതത്ര മനോഹരം. അപ്പോൾ സത്യസുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കും. വ്യാജത്തിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം പറയാൻ പറ്റില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പരിപാടിയാണ്. ഇത് വ്യാജത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് വിശ്വാസവും പ്രവൃത്തിയും ഒരേപോലെ ആയിരിക്കേണ്ടത് അത്യാവശ്യമുള്ളത് കൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ഇനി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ എനിക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ട്. പരിശുദ്ധാത്മാവിൽ നിറയാത്തൊരു കാലഘട്ടത്തിൽ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നിന്ന ആ പൗലോസ് ആത്മാവ് നിറഞ്ഞവനായി സത്യസുവിശേഷം പ്രസംഗിച്ചപ്പോൾ സത്യത്തിലൂടെ മാത്രം നിലനിന്ന് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അതിക്രമങ്ങളും അടികളും ഇടികളും പീഡകളും കല്ലേറും വെള്ളത്തിലും ഒരുപാട് പ്രതികൂലം പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ഈ പൗലോസ് ഉറച്ചു. പൗലോസിനറിയാം യേശു ജീവിക്കുന്ന ദൈവമാണ്. സൂര്യൻ്റെ വലുത് പ്രകാശത്തിൽ പൗലോസിനെ പറ്റി താഴെയിട്ടെങ്കിൽ ആ പൗലോസിലൂടെ കർത്താവ് അത്ഭുതം അടയാളങ്ങൾ ചെയ്തെങ്കിൽ പ്രിയ പൈതങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും. നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. യേശുവിന് അത് ഇഷ്ടമല്ല. നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് ചിന്തിച്ച് കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന്മേൽ ചിന്തിച്ച് ഒരു മുഴം കൂട്ടിയാലും ഒരു മുറം കുറയ്ക്കുവാനും നിങ്ങൾക്ക് സാധ്യമല്ല. കൂട്ടുവാനും കുറയ്ക്കുവാനും സാധ്യമല്ല. പിശാച് കൊണ്ട് പല പ്രയാസത്തിൽ പ്രതികൂലത്തിലിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ കൊണ്ടുവന്ന് നമ്മളെ തകർക്കുവാൻ നോക്കുന്ന പിശാച് ഇടം കൊടുക്കാതെ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് എപ്പോഴും അതരമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവ് ഈ വരുന്ന മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളെ നിങ്ങൾ കാണും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന യഹോവയുടെ അളവറ്റ ശക്തിയുടെ വലുപ്പം ഇന്നതൊന്ന് കാണേണ്ടത്, തിരിച്ചറിയേണ്ടത്. ഭയപ്പെട്ടാൽ യേശു കർത്താവ് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ പറയട്ടെ പ്രിയ പൈതങ്ങളെ, നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ പ്രതികൂലത്തിലായിരിക്കുന്നു,
അല്ലെങ്കിൽ പ്രയാസത്തിലായിരിക്കുന്നു, സാമ്പത്തിക വിഷയത്തിലായിരിക്കുന്നു, അവിടെയെല്ലാം കർത്താവ് എനിക്കൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഉപവസിച്ചല്ലോ, പ്രാർത്ഥിച്ചല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, ഭാരപ്പെടേണ്ട. കർത്താവ് കാണുന്നു, കർത്താവ് കേൾക്കുന്നു, അവൻ്റെ ചെവി ചായ്ച്ച് കർത്താവ് കേൾക്കുന്നു, കർത്താവിൻ്റെ കണ്ണുകൊണ്ട് നോക്കി കാണുന്നു. ഭാരപ്പെടണം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തൻ്റെ അത്ഭുതമായ ആണിപ്പഴുതുള്ള കരം നീട്ടുക തന്നെ ചെയ്യും. എല്ലാവരെയും യേശു കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കർത്താവ് അത്ഭുതത്തോടെ നടത്തും, വഴി നടത്തും, ഒരു സംശയം വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ഈ പൈതങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർക്ക് വേണ്ടി കാൽവരി കുലക്കളത്തിൽ യേശു കർത്താവ് യാഗമായി തീർന്നുവെങ്കിൽ കർത്താവെ ഇവരുടെ ജീവിതത്തിലും ഒരു നന്മ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിൽ, പ്രയാസത്തിൽ, പ്രതികൂലങ്ങളിൽ കർത്താവെ ഇവരായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ആർ ഒരു വാതിൽ തുറക്കുമെന്ന് ഭാരത്തിലായിരിക്കുന്ന ഈ പൈതങ്ങളെ കർത്താവെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ എന്തു തന്നെ ആയിരുന്നാലും കർത്താവെ അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിൻ്റെ സാക്ഷികളെ കേൾപ്പാൻ അടിയുടെ കാതുകളെ തുറക്കണം, കണ്ണുകളെ കർത്താവെ സാക്ഷികളെ കാണുവാൻ തുറക്കണമേ. മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.